ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ജേർണൽസ് അഥവാ സബ്സിഡിയറി ബുക്സിനെ പറ്റിയാണ്. നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ ഒരുപാട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നാച്ചറിനെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ അനുസരിച്ചിട്ടാണ് ആ ട്രാൻസാക്ഷൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോ ബുക്സിൽ റെക്കോർഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ കടത്തിനാണ് സാധനങ്ങൾ വാങ്ങിച്ചാൽ അത് വേറെ ബുക്കിലാണ് എഴുതുക. അതുപോലെ അതിൻ്റെ നാച്ചർ അനുസരിച്ച് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബുക്സിനെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിനെയാണ് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ജേർണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എവിടെയാണ്? ജേർണലിനെയാണ്. അപ്പോൾ ആ ജേർണലിനെ കുറേ കാറ്റഗറി ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് 8 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ക്യാഷ് ബുക്ക്, സെക്കൻഡ് വൺ പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, ഫോർത്ത് വൺ പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ജേർണൽ പ്രോപ്പർ. അപ്പോൾ ഏതൊക്കെയാണ്? ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, പിന്നെ ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ ആൻഡ് ലാസ്റ്റ് വൺ ജേർണൽ പ്രോപ്പർ. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷുവറായിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ആ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്കാണ് ഏത്? ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗുഡ്സ് ക്യാഷിന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എങ്ങനെയാണ്? ഗുഡ്സിന് നമ്മൾ എഴുതുക പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇവിടെ ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫിക്സഡ് അസറ്റാണ് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് വെച്ചാലും അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക ക്യാഷ് ബുക്കിലാണ്. അതായത് അപ്പോൾ നമ്മൾ എഴുതുക മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതായത് ഒരു ട്രാൻസാക്ഷനിൽ ക്യാഷ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. രണ്ടാമത്തെ സ്പെഷ്യൽ ജേർണൽ എന്ന് പറയുന്നത് പർച്ചേസ് ഡേ ബുക്കാണ്. ഈ പർച്ചേസ് ഡേ ബുക്കിന് എന്തെന്ന് കൂടി പറയുന്നു? പർച്ചേസ് ജേർണൽ. അതായത് സ്പെഷ്യൽ ജേർണലിലെ സെക്കൻഡ് കാറ്റഗറിയാണ് പർച്ചേസ് ഡേ ബുക്ക്. ഇതിനെ നമ്മൾ പർച്ചേസ് ജേർണൽ എന്ന് കൂടി പറയുന്നു. ഇതിലെന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ആൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. അതായത് ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് പർച്ചേസ്, കടത്തിന് വാങ്ങുന്ന ഗുഡ്സിൻ്റെ സാധനങ്ങളുടെ പർച്ചേസിംഗ് ആണ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മളൊരു കടത്തിനൊരു ഫിക്സഡ് അസറ്റ്, അതായത് മെഷീനറിയോ പ്ലാന്റോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. ഗുഡ്സ് വാങ്ങിയോ, അതായത് നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് റവന്യൂവിന് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന ഗുഡ്സിനെയാണ് ഗുഡ്സ് എന്ന് പറയുക. അത്തരം സാധനങ്ങളുടെ ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് ഡേ ബുക്കിലാണ്. അസറ്റ് നമ്മൾ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിക്കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ജേർണൽ പ്രോപ്പറിലാണ്. അത് നമ്മൾ ലേറ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ക്രെഡിറ്റിന് ഗുഡ്സ്, കടത്തിന് ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക പർച്ചേസ് ഡേ ബുക്കിലാണ്. തേർഡ് വൺ സെയിൽസ് ഡേ ബുക്കാണ്. സെയിൽസ് ഡേ ബുക്കിനെ എന്തെന്ന് കൂടി അറിയപ്പെടുന്നു? സെയിൽസ് ജേർണൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രെഡിറ്റിന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതുന്നത്. അതേപോലെ തന്നെ നമ്മൾ വേറൊരാൾക്ക് കടത്തിന് ഗുഡ്സ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസ് ഡേ ബുക്കിലാണ്. ഇതിനെ സെയിൽസ് ജേർണൽ എന്ന് കൂടി അറിയപ്പെടുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് അസറ്റ് നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിൽസ് ഡേ ബുക്കിൽ വരില്ല. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേർണൽ പ്രോപ്പറിലാണ്. ഗുഡ്സിൻ്റെ സാധനങ്ങളുടെ ക്രെഡിറ്റ് സെയിൽ മാത്രമാണ് സെയിൽസ് ഡേ ബുക്കിൽ വരുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കാണ്. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഗുഡ്സ് റിട്ടേൺ ബൈ ട്രേഡർ ടു സപ്ലയർ. നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് ഡേ ബുക്കിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ നമ്മൾക്ക് കിട്ടിയ ഗുഡ്സിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഗുഡ്സിൽ നമ്മൾ വിചാരിച്ച പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാം. ആരാണോ നമുക്ക് സപ്ലൈ ചെയ്തത് അവർക്ക് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പറ്റും. ആ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക് എന്ന് പറയുന്നത്. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണെന്ന് വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, ഡെബിറ്റ് നോട്ടാണ് പർച്ചേസ് റിട്ടേൺ ടൈമിൽ വരുന്ന ഡോക്യുമെൻ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരിക ഏന്നുള്ള ഒരാളുടെ നിന്നാണ് വാങ്ങിച്ചാൽ പർച്ചേസ് ചെയ്യുമ്പോൾ വരിക പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്ന് വരും. എന്നാൽ അതേ ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ റിവേഴ്സ് എൻട്രിയാണ് വരിക. നമ്മുടെ ലയബിലിറ്റി കുറയുന്നു. അതായത് ഏസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ എന്നാണ് വരിക. സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിന് കുറച്ച് ഗുഡ്സ് സെയിൽ ചെയ്തു, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസ് ഡേ ബുക്കിലാണെന്ന് പറഞ്ഞു.
ആ ഗുഡ്സ് അവർക്ക് കിട്ടിയപ്പോൾ അതിൽ കുറച്ച് ഗുഡ്സിന് ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം എണ്ണം കമ്മിയുണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആ ഗുഡ്സ് നമുക്ക് റിട്ടേൺ ചെയ്യും. അത് റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു, ക്രെഡിറ്റ് സെയിൽ ചെയ്യുമ്പോൾ സെയിൽസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു, അത് റിട്ടേൺ ചെയ്യുമ്പോൾ പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്തു, അത് നമ്മുടെ കസ്റ്റമർ നമുക്ക് തന്നെ തിരിച്ചു തരികയാണെങ്കിൽ ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക്. അവിടെ വരുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. ഇനി അടുത്തത് ബിൽസ് റിസീവബിൾ ബുക്കാണ്. ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ റെക്കോർഡിംഗ് ആൾ ബിൽസ് റിസീവ്ഡ് ബൈ ട്രേഡർ ഫ്രം ഹിസ് കസ്റ്റമേഴ്സ്. അതായത് നമ്മളിപ്പോൾ ക്രെഡിറ്റിന് ബുക്ക് സെയിൽ ചെയ്തു, അപ്പോൾ അയാളുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഒരു ബില്ല് നമുക്ക് എഴുതി തരാണ്, ഇത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് തന്നോളാം എന്ന് പറഞ്ഞിട്ട് എഴുതി തരുന്ന ബില്ലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബിൽസ് റിസീവബിൾ ബുക്സിലാണ്. ഈ ഒരു ബില്ല് നമുക്ക് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് എമർജൻസി സിറ്റുവേഷനിൽ എൻക്യാഷ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത്തരം ബില്ല് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബിൽസ് റിസീവബിൾ ബുക്സിലാണ്. എന്നാൽ അടുത്തതാണ് ബിൽസ് പേയബിൾ ബുക്ക്. അതായത് നമുക്ക് നമ്മുടെ സപ്ലയർ ക്രെഡിറ്റിന് സാധനങ്ങൾ തന്നു, അപ്പോൾ നമ്മൾ സപ്ലയർക്ക് കൊടുക്കുന്ന ബില്ലാണ്. അത് റെക്കോർഡ് ചെയ്യുന്നത് ബിൽസ് പേയബിൾ ബുക്കിലാണ്. ഇതിലെന്താണ് പറയുന്നത്? ഫോർ റെക്കോർഡിംഗ് ആൾ ബിൽസ് ഗിവൺ ടു സപ്ലയർ. സപ്ലയർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ ബിൽസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബിൽസ് പേയബിൾ ബുക്കിലാണ്. ലാസ്റ്റ് വണ്ണാണ് ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ജേർണൽ പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ജേർണൽ യൂസ്ഡ് ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ വിച്ച് കനോട്ട് ബി റെക്കോർഡഡ് ഇൻ സ്പെഷ്യൽ ജേർണൽ ഈസ് കാൾഡ് ജേർണൽ പ്രോപ്പർ. അതായത് മുകളിൽ നമ്മൾ 7 കാറ്റഗറി ഓഫ് ബുക്സ് പറഞ്ഞു. ക്യാഷ് ബുക്ക് ആയിക്കോട്ടെ, പർച്ചേസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക്, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ. ഈ 7 എണ്ണത്തിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഈ ജേർണൽ പ്രോപ്പറിനെ, അതായത് ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസ് വരോണ്ട് തന്നെ ഇതിനെ എന്തെന്ന് കൂടി അറിയപ്പെടുന്നു? ജനറൽ ജേർണൽ ഓർ മിസലേനിയസ് ജേർണൽ. ഇതിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇപ്പോൾ ഫിക്സഡ് അസറ്റ് ക്യാഷിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. എന്നാൽ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ജേർണൽ പ്രോപ്പറിലാണ്. അതേപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേർണൽ പ്രോപ്പറിലാണ്. പിന്നെ ഓരോ ട്രാൻസാക്ഷൻ്റെ ഓപ്പണിംഗ് എൻട്രീസും ക്ലോസിംഗ് എൻട്രീസ്, അതേപോലെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എൻട്രീസ് എഴുതി കഴിഞ്ഞാൽ അതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേർണൽ പ്രോപ്പറിലാണ്. മുകളിലുള്ള 7 ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേർണൽ പ്രോപ്പറിലാണ്. സോ ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ജേർണൽ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേർണൽസിൽ വരുന്നത് ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് ആൻഡ് ജേർണൽ പ്രോപ്പറാണ്. ക്യാഷ് ബുക്കിൽ വരുന്നത് എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും. ക്രെഡിറ്റിന് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് ഡേ ബുക്കിലാണ്. ക്രെഡിറ്റിന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസ് ഡേ ബുക്കിലാണ്. നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു, അത് ഡാമേജോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിലാണ്. നമ്മൾ സെയിൽ ചെയ്തൊരു ഗുഡ്സ് കസ്റ്റമർ സാറ്റിസ്ഫൈ അല്ലാതെ അവരത് തിരിച്ചു തരുന്നത് റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിലാണ്. പിന്നെ ക്യാഷിന് പകരം ബില്ല് തന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ബിൽസ് റിസീവബിളിലാണ്. ബിൽസ് പേയബിളിൽ നമ്മൾ കൊടുക്കാനുള്ള ബില്ല് റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ഇതിലേതിലും പെടാത്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു ജേർണൽ പ്രോപ്പറിലാണ്. അതായത് ക്രെഡിറ്റ് പർച്ചേസ്, ഫിക്സഡ് അസറ്റ്, സെയിൽസ്, അതേപോലെ റെക്ടിഫിക്കേഷൻ എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ് ഒക്കെ. താങ്ക്